ഹലോ ഫ്രണ്ട്സ്. അപ്പം എന്താ പറയുക, അങ്ങനെ എനിക്ക് അസുഖങ്ങളൊക്കെ കൂടി എന്നെ വയ്യാണ്ടാക്കിയിട്ട് എന്നെ വീട്ടിൽ കയറ്റി വിട്ടു. വീട്ടിൽ കയറ്റി വിട്ടതിന് ശേഷം ഇവൻ എന്നെ വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മ ഫോൺ മേടിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു എന്താണ് ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ അമ്മ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ മകൻ ഇങ്ങനെ ആകുന്നതെന്ന് പറഞ്ഞു. എൻ്റെ മകൻ ഈ കഴക്കൂട്ടം സിറ്റി വിട്ടോ ഈ തിരുവനന്തപുരം ജില്ല വിട്ടോ അങ്ങോട്ട് പോകാറില്ലാത്തൊരു മകനായിരുന്നു, പുണ്യാളനായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഒറ്റൊരുത്തി കാരണമാണ് അങ്ങനെ ആയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ അമ്മ പറഞ്ഞു, ഇവർ തമ്മിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു ഇതുള്ളൂ. അപ്പം എൻ്റെ മകളാണോ, എൻ്റെ ഈ കോട്ടയത്ത് കിടക്കുന്ന എൻ്റെ മകളാണോ നിങ്ങളുടെ മകന് വന്ന് കള്ളും കഞ്ചാവും തരുന്നതും പെണ്ണ് കൂട്ടി കൊടുക്കുന്നതും ഒക്കെ എൻ്റെ മകളാണോ എന്ന് ചോദിച്ചു. എൻ്റെ മകൾക്ക് നിങ്ങളുടെ മകനെ പോലെ കുറേ പോലീസ് കേസും കാര്യങ്ങളും വൃത്തികെട്ട പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല, അവൾക്ക് ഇന്ന് വരെ അങ്ങനത്തെ ഒരു ചീത്തപ്പേരും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട പാടെ ദേഷ്യം പിടിച്ചിട്ട് ശുഭ വെച്ചിട്ട് പോയി. അതായത് റിച്ചുവിൻ്റെ അമ്മ ശുഭ വെച്ചിട്ട് പോയി. അങ്ങനെ ശുഭ വെച്ചിട്ട് പോയി. 3-4 ദിവസത്തേക്ക് ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളുമായി തീരെ വയ്യാതെ മരുന്ന് എടുത്ത് നടക്കുന്നു. കാരണം ആദ്യം ആ മരുന്ന് എടുക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട്, ക്ഷീണവും തളർച്ചയും കാര്യങ്ങളും ഒക്കെ വരും. അങ്ങനെ ആ ഒരു മരുന്നൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനി അംഗീകരിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ ശുഭ നിന്നെ അംഗീകരിക്കത്തില്ല, അവർക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമാണ്, നിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതും കൂടെ ആയപ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ ശരി, എനിക്കൊന്നും വേണ്ട, എനിക്ക് നീയുമായിട്ടുള്ള റിലേഷനും എനിക്ക് വലിയ താല്പര്യമില്ല, കുഴപ്പമില്ല, നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചിലവാക്കിയ എൻ്റെ പണവും എൻ്റെ മറ്റ് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, അത് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചാ. നിന്റെ കൂട്ടുകാർക്ക് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഐക്യു ഫോൺ ഒരു ഫോൺ മേടിപ്പിച്ചു. ഒരു ഫോൺ മേടിച്ചു. അത് കൂടാതെ പിന്നെ കൂട്ടുകാർക്ക് ഫോണുണ്ട്, എനിക്ക് ഫോണില്ല എന്ന് പറഞ്ഞ്. കാരണം ഇവൻ മുമ്പ് എന്താ പറയുക, ഫോൺ താഴെ ഇട്ട് പൊട്ടിച്ചായിരുന്നു. അപ്പോൾ പൊട്ടിച്ചിട്ട് ആ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ വേറൊരു ഫോൺ മേടിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഒരു ഐഫോണും മേടിപ്പിച്ചു. അപ്പോൾ ഈ 2 ഫോണും എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ കുറേ അസുഖങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്കും അങ്ങോട്ടേക്ക് പോകാനും പറ്റാണ്ടായി. അങ്ങനെ പിന്നെ കുറച്ച് കോളും കാര്യങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു. അങ്ങനെ മെസ്സേജും കാര്യങ്ങളും പിന്നെ ഇവന് തോന്നിയാൽ ഇവൻ വിളിക്കും, അത്രയ്ക്കൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് എപ്പോഴും എൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നത്, നമുക്ക് എങ്ങനെ ഇത് നിർത്തിക്കൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നിന്നെ കാണണം, പിന്നെ ഒരു റിലേഷൻഷിപ്പ് അല്ലേ, സ്വാഭാവികമായിട്ട് ഞാനങ്ങ് ക്ഷമിച്ചു കൊടുത്ത് എനിക്കൊന്ന് കാണാൻ പോകേണ്ടി വന്നു. അങ്ങനെ കാണാൻ പോകേണ്ടി വന്ന സമയത്താണ് ഇവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മ്യൂച്വലി തന്നെ ഉള്ളൊരു പെൺകുട്ടി, എൻ്റെ പരിസരത്തിലുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു ഹായ് ഹലോ അയച്ചു നിർത്തിയേക്കുമായിരുന്നു. അപ്പം എന്നായിരുന്നു, ഞാൻ എന്താ പറയുക, അവൻ്റെ അടുത്തേക്ക് കയറുന്ന ദിവസം തന്നെ ഇവൻ ഈ പെൺകുട്ടിയെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ഇവൻ എന്താ പറയുക, ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ പോന്നു കഴിഞ്ഞ് എന്നെ അവിടെ കണ്ടത് വരെ കണ്ടിട്ട് എന്താ പറയുക, ഞാൻ തിരിച്ചു കയറി പോകുന്നതിന് ശേഷം ഇവൻ അൺബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് നേരിട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞു. നേരിട്ട് നിന്നെ കാണണം, നീ സാരി എടുത്തൊരു ഫോട്ടോ അയച്ചു തരുമോ, പിന്നെ ട്രിവാൻഡ്രത്താണെന്ന് പറഞ്ഞപ്പോൾ